പുതിയ റോൾസ് റോയ്സ് എടുക്കാൻ പോയി. നിന്നെ എവിടെ ഇത്ര കാശൊക്കെ? അത് പിന്നെ എന്റെ അപ്പൂപ്പ പണ്ട് കുറെ പറമ്പെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിറ്റിട്ട് പുതിയ റോൾസ് റോയ്സ് എടുക്കാൻ പോയി. എന്റെ പൊന്നു മോനെ, നീ പുതിയ റോൾസ് റോയ്സ് നിന്റെ അപ്പൂപ്പൻ പണ്ട് മേടിച്ചിട്ട് പറമ്പ് വിറ്റിട്ടാണ് മേടിക്കാൻ പോകുന്നത്. എന്ത് മണ്ടത്തരമാണ് നീ കാണിക്കുന്നത്? നീ റോൾസ് റോയ്സ് മേടിച്ചിട്ട് നിന്റെ മക്കൾക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ അസറ്റിന്റെ വാല്യൂ അത്ര കാണുമോ? എടാ മണ്ട, നിന്റെ അപ്പൂപ്പൻ പണ്ട് ബുദ്ധിപരമായി ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് നീ ഇപ്പൊ തുലയ്ക്കാൻ പോവാണ്. നീ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? നമുക്ക് ഇഷ്ടംപോലെ രീതിയിൽ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നീ നിന്റെ കാശ് എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടിടാം. ബാങ്കിൽ കൊണ്ടിട്ടാൽ എന്ത് പറ്റും? ഇൻഫ്ലേഷൻ അടിച്ച് നിന്റെ കാശിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടാമത് നിനക്ക് ഗോൾഡിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇപ്പൊ ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്യൂച്ചറിൽ ഇൻ കേസ് നമ്മുടെ ഗോൾഡ് പുതിയ ലാബിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗോൾഡിന്റെ വാല്യൂ എന്തായാലും കുറയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പിന്നെ നിനക്ക് സ്റ്റോക്കിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോയിലോ ഇടാം. സ്റ്റോക്കിലും ക്രിപ്റ്റോയിലൊക്കെ ഇടുന്നവരുടെ ഗതി നമുക്ക് അറിയാം എത്രത്തോളമാണ് അവരുടെ ലോസ് പോയിട്ടുള്ളതെന്ന്. പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് അണക്കുള്ള ഒരു സേഫ് ആൻഡ് സെക്യൂർഡ് റെഗുലേറ്റഡ് മാർക്കറ്റിൽ ഒരു റിയൽ എസ്റ്റേറ്റ് മേടിക്കുക. അത് വെറും റിയൽ എസ്റ്റേറ്റ് അല്ല, ഒരു ട്രോഫി അസറ്റ് മേടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ കാശ് നിന്റെ മക്കൾക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അത് മാത്രമല്ല, ഇത് കണക്കുള്ള റോൾസ് റോയ്സിനെ കണക്ക് ഡിപ്രീഷിയേറ്റ് ആവില്ല ചെയ്യുന്നത്, അത് അപ്രീഷിയേറ്റ് ആവുകയും ചെയ്യും. കാരണം നീ ഇപ്പോൾ ചെറിയൊരു കാശിന് മേടിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു കാശിന് അത് വിൽക്കാനും കഴിയും. സോ ഏറ്റവും നല്ലത് ഇത് കണക്കുള്ള അസറ്റ്സ് മേടിക്കുക, അല്ലാതെ ഈ റോൾസ് റോയ്സ് ഒന്നും മേടിച്ച് വെറുതെ കാശ് കളയരുത് എൻ്റെ പൊന്നു മോനെ. റോൾസ് റോയ്സ് നിന്റെ റോൾസ് റോയ്സ് ഒക്കെ നീ ഈ പ്രോപ്പർട്ടി റെന്റിന് വിടറ. അതിനകത്ത് നിന്ന് കിട്ടുന്ന കാശ് എടുത്തിട്ട് നീ മന്ത്ലി EMI കൊടുത്ത് റോൾസ് റോയ്സ് ഇട്. അപ്പൊ അതല്ലേ നല്ലത്. വെറുതെ എന്തിനാ ഈ കാശെ കൊണ്ട് നീ കളയുന്നത്? ഓക്കെ.